മുഹമ്മയിലെ ജനകീയ കൂട്ടായ്മയായ അരങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് ദിനത്തിൽ ആദരവ് സംഘടിപ്പിച്ചു. ഡോക്ടേഴ്സ് ദിനത്തിൽ മുഹമ്മയിലെ ജനകീയ കൂട്ടായ്മ അരങ്ങിന്റെ ആഭിമുഖ്യത്തിൽ മുഹമ്മ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഡോക്ടർമാരെ ആദരിച്ചു. ചേത്തല KE കാർമൽ CMI സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ സാംജി വടക്കേടം ഉദ്ഘാടനം ചെയ്തു. ഒരു ഹോസ്പിറ്റൽ അടുത്തുള്ളതാണ് ഒരു സ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബലമെന്നുള്ളത്. കാരണം 2400 പിള്ളേർ വിദ്യാർത്ഥികൾ തന്നെ അവിടെ 200ഓളം സ്റ്റാഫുണ്ട്. ഏത് നിമിഷം അല്ലെങ്കിൽ എല്ലാ ദിവസവും തന്നെ എന്തെങ്കിലുമൊക്കെ വരാം. പക്ഷെ അതിനകത്ത് ഒരു ബലമുണ്ട്, വിത്തിൻ 5 minutes നമുക്കിവിടെ എത്തിക്കാൻ പറ്റും. അതിവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്മാർത്ഥമായി തന്നെ പറയുകയാണ്, ഇന്ന് വരെയായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് ഈ മുഹമ്മ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും നേഴ്സുമായിട്ട് മറ്റങ്ങനെ നന്നായി വിദ്യാർത്ഥികളെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ മാത്രമല്ല ഇത് പറയുന്നത്, ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാറുണ്ട്, PTA മീറ്റിങ്ങിനകത്ത് പറയാറുണ്ട്. അത് ഞങ്ങളുടെ ഒരു ഹോസ്പിറ്റൽസിനകത്ത് ഞങ്ങൾ വെച്ചിട്ടുമുണ്ട്. ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു സ്ട്രെങ്തായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റൽ, നിയർ ബൈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജയന്തി മാമിനെ പറ്റിയാണ്. ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയോ എന്നൊരു സംശയം ആദരിക്കാൻ. കാരണം ബഹുമാനപ്പെട്ട രക്ഷേണ്ടൻ പറഞ്ഞ പോലെ ഒരു ജാടയില്ലാതെ എപ്പോഴും അവൈലബിളാണ്. വിളിച്ചാൽ ഉടൻ തന്നെ അതിന് മരുന്ന് എന്താണെങ്കിലും ഉള്ളത് അവൈലബിൾ ആക്കി തരും. അതിന് പ്രത്യേക ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ദൈവം പ്രത്യേകം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഡോക്ടേഴ്സ് ഡേനെ പറ്റി ചിന്തിക്കുമ്പോൾ ഡോക്ടേഴ്സിനെ പറ്റി ഒരു വാക്ക്. ഈ പ്രിൻസിപ്പൽഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാണ് ഡോക്ടേഴ്സിനെ അല്പം കൂടി കൂടുതലായി ആദരിക്കാൻ തുടങ്ങിയത്. കാരണം +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എൻട്രൻസ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ MBBS അഡ്മിഷൻ കിട്ടാൻ വേണ്ടി എത്രമാത്രം പെയിൻ എടുക്കുന്നുണ്ടെന്ന് അത് കണ്ടെങ്കിലേ മനസ്സിലാവും. സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേജ് അധ്യക്ഷത വഹിച്ചു. മുഹമ്മ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ ജയന്തി, ഡോക്ടർ രശ്മി, ഡോക്ടർ അശ്വതി എന്നിവരെയാണ് ആദരിച്ചത്. ബേബി തോമസ് കണങ്കര, ബിജു ദാസൻ, ജേക്കബ് എന്നിവർ സംസാരിച്ചു. CP ഷാജി അരങ്ങ് സ്വാഗതവും CV വിദ്യാസാഗർ നന്ദിയും പറഞ്ഞു. വളരെയധികം ഞാൻ ബഹുമാനിക്കുന്നു. കാര്യം എനിക്കൊരു ഡോക്ടറാവാൻ പറ്റിയെന്നുള്ളത് അത് തന്നെയാണ്. ഡോക്ടറിനെക്കാളും വേണ്ടുന്ന ഒരു ഹെൽത്ത് വർക്കർ എന്നാണ് ഞാനിപ്പോഴും. കാര്യം നമ്മൾ ഹെൽത്തിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരു ഭാഗ്യം തന്നെയാണ്. അതെല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. പിന്നെ അങ്ങനെ പോകാമെന്ന് പറയുന്നത് അതൊരു ദൈവനിശ്ചയമാണ്. എല്ലാവർക്കും തോന്നത്തില്ല. ഇപ്പം ഞാൻ എൻ്റെ മക്കളെ പറ്റി പറയുകയാണെങ്കിൽ അവർ രണ്ടുപേരും ഡോക്ടേഴ്സ് അല്ല. അപ്പം ഞാനിപ്പം വിചാരിക്കും, എന്തൊക്കെയാണെങ്കിൽ എത്ര ഹൈ ജോബ് ആണെങ്കിലും ഒരു ഹെൽത്ത് വർക്കർ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും പ്രത്യേക ഒരു എന്താ പറയുക, ഒരു സ്ഥാനം, ഒരു റെസ്പെക്റ്റ് അത്. അപ്പം നമ്മൾ ഓരോരുത്തരും ശരിക്കും ഭാഗ്യം ചെയ്തവർ തന്നെയാണ്. ആൻഡ് വി ആർ പ്രൗഡ്. നമ്മുടെ ഈ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. തീർച്ചയായും നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഓരോരുത്തരും ഇവിടെ ചെയ്യുന്നുണ്ട്. തീർച്ചയായും അത് നമുക്ക് തന്നെ ഒരു സംതൃപ്തി തരുന്ന ഒരു കാര്യമാണ്. ഇവിടെയാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഫീൽഡിലാണെങ്കിലും നമ്മൾ ഓരോരുത്തരും നമ്മുടെ കഴിവിൻ്റെ പരമാവധി തന്നെ വർക്ക് ചെയ്യുന്നത് തന്നെ എനിക്ക്